ഹലോ ഗായ്സ്, ഇത് ആക്ച്വലി അപ്രതീക്ഷിതമായിട്ട് വന്നൊരു വീഡിയോ ആണ്. അതായത് ഞാൻ ഇവിടെ ഇങ്ങനെ അകത്ത് വെളിയിൽ കുറച്ച് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും അവൻ കിടന്ന് ഭയങ്കര കുര, അവനെ കെട്ടിയിരുന്നതാണ്. അപ്പോൾ കുര എന്തോന്ന് കുരയോട് കുര അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേനും ഒരു അതിഥി അവിടെ വന്നിരിക്കുകയെന്ന്. ആളൊരു പാമ്പൊന്നുമല്ല, മയിലാണ് കേട്ടോ, പീക്കോക്ക്. അങ്ങനെ ഏവ അതിനെ കണ്ടിട്ട് നിർത്താതെ കുര അതാണ് അനങ്ങുന്നില്ല, അത് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ മയിലാന്നൊക്കെ പറഞ്ഞ് അവനെ കൊടുത്തു ഒന്ന്, എന്നിട്ടും അടങ്ങുന്നില്ല. അവിടെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കുരയോട് കുര. അപ്പോൾ തന്നെ അത് ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് അടങ്ങും. പിന്നെ ആശാനാകെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടത് എന്തായാലും വിചാരിച്ചൊരു ഒരു 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 മയിൽ ഹണ്ട് നടത്താമെന്ന്. അപ്പോൾ രണ്ട് പീക്കോക്ക് ഹണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തായാലും അങ്ങോട്ടൊന്ന് അതിൻ്റെ പുറകെ പോകാൻ പോവുകയാണ്. മയിലിനെ നോക്കിയിട്ട് പക്ഷേ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ സ്മെല്ല് ചെയ്ത് അവിടെ എല്ലാം ഇങ്ങനെ ഉണപ്പിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ മയിൽ ഹണ്ടിന് പോവുകയാണ്. ഈ മയിൽ ഹണ്ടെന്ന് കേട്ടിട്ട് നാളെ ഫോറസ്റ്റുകാരൊക്കെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടാണ് വന്നിരിക്കുമോ. മയിലിനെ അടിച്ചു കൊല്ലാനൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് മയിലിനെ സ്മെല്ല് ചെയ്ത് ഒന്ന് പോകുന്നു. മയിലെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, പീക്കോക്ക് ഹണ്ട്. പക്ഷേ ഇവിടാണ് കണ്ടത് സാധനത്തെ, ഇവിടാണ് നിന്ന്. അങ്ങനെ ഓടി ഒന്ന് ക്യാമറ ഓണാക്കിയപ്പോഴത്തേനും പണി പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ മോഡിലിട്ടിട്ട് ഞാൻ വീഡിയോ പ്രസ് ചെയ്തു, ഒന്നും കിട്ടിയില്ല. അങ്ങനെ പിന്നെ എന്തായാലും വിചാരിച്ച് വീഡിയോയും മിസ്സായി. ആശാന് മയിലിനെ അങ്ങ് കണ്ടോളാൻ വയ്യ ഞാൻ. അപ്പോൾ എന്തായാലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഭാഷ സ്മെല്ല് ചെയ്യണം, അവിടെ കണ്ട് പോയി സ്മെല്ല് ചെയ്തവാ നോക്ക്. ഓക്കെ, അളിയൻ എന്തൊക്കെയോ സ്പാർക്ക് അടിച്ചിട്ടുണ്ട്. അളിയൻ അടക്കം സ്മെല്ല് ചെയ്യുന്നുണ്ട്. കിട്ടിയാവാ അയ്യാ. വിഷ്വലിന് എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടായി ക്ഷമിക്കണം. കാര്യം ക്യാമറയാണ്, ഞാൻ ഫോണല്ല എടുത്തത്. പെട്ടെന്ന് ധൃതിക്ക് ക്വാളിറ്റി കൂടി കിട്ടാൻ സൂമൊക്കെ ചെയ്യാനായിട്ട്, അതുകൊണ്ട് ക്യാമറ എടുത്തത്. കൈ കടന്നിട്ടങ്ങ് നല്ല വെയിറ്റ് ഉണ്ട്. സ്പോട്ട് ചെയ്യാണ്, പക്ഷേ എല്ലായിടം നോക്കുന്നു. പക്ഷെ പോവുകയാണ്. എന്തൊക്കെയോ സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. നടന്ന് പോവുകയാണ്. മയിൽ പോയ ഡയറക്ഷനിൽ തന്നെ അവനും പോകുന്നതെന്ന് തോന്നുന്നു. പോ വലിച്ചോണ്ട് ഓടുകയാണ് അവൻ. അതിന് കിട്ടിയിട്ടുണ്ട്. പോയി ചാടി. കിട്ടിയോ സ്പാർക്ക് അടിച്ചാ അവിടെ വരുന്നോ അതിൽ? അപ്പുറത്തൊരു കാടുണ്ട്, ചെറിയൊരു കാട്. വീട്ടിൻ്റെ അയ്യാണ്, അങ്ങോട്ടാണ് ആശാൻ വെച്ച് പിടിക്കുന്നത്. അവിടെ അവന് മണം അടിച്ചെന്ന് തോന്നുന്നു. എനിക്കായിട്ട് അടവിയപ്പെടാം. ഇതൊരു വീടിൻ്റെ അയ്യാണ്, ഇവിടെ വന്ന് നിൽക്കുക അളിയൻ. സംഭവം ഈ മയിൽ സ്ഥിരം അവിടെ വരുന്നതാണ് കേട്ടോ, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ. ലോക്ക്ഡൗൺ തുടങ്ങി പണ്ട് അമ്പലത്തിലെ മയിൽ വരുമായിരുന്നു. അപ്പോൾ അതിനെ കാണാനില്ല. ഇത് അതാണ് ആദ്യം വിചാരിച്ചത്, പക്ഷേ അതല്ല സംഭവം. വേറെ എവിടെ നിന്നോ വരുന്നതാണ്. സ്ഥിരം ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട് ഇത്. അപ്പോൾ എല്ലാ വീട്ടുകാരും ഒന്നും ചെയ്യത്തൊന്നുമില്ല ഇതിനെ, പാവം. അതൊരു എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കും, പോവും. മയിലിനൊന്നും ചെയ്യരുത്, കേസാണ്, മുട്ടൻ കേസാണ്. ഒരാളെ തട്ടുന്നതിനേക്കാളും വലിയ കേസാണ് മയിലിനെ വല്ലതും ചെയ്യുന്നത്. സോ ആരും മയിലിനെ ഒന്നും കണ്ടാൽ ഉപദ്രവിക്കുകയും ചെയ്യരുത്. ഇത് ഞങ്ങൾ ജസ്റ്റ് ഇവൻ്റെ ഒരു ക്യൂരിയസ് മാറ്റാൻ വേണ്ടി, ഇവനെ ഒന്ന് കാണിക്കാൻ വേണ്ടി, സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കില്ലെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. കളിയാൻ മുള്ളുവലിയുടെ ഇടയ്ക്ക് വന്നിരിക്കുക. എനിക്കൊന്ന് അപ്പുറത്തോട്ട് ചാടണമെന്ന് തോന്നുന്നു. എന്നെ ചാടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതിൻ്റെ അകത്തൂടെ അപ്പുറം ഇറങ്ങണം. സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അളിയൻ. അതിലെന്തിയേ എടാ ഭാര്യയായിട്ട് മണം പിടിക്കുക ആശാൻ. മയിൽ മണം പിടിച്ചും കണ്ടുപിടിച്ചല്ലേ നീ? ഞാൻ അവിടെ നിന്ന് ഒട്ടിച്ചിട്ട് അതിനോടെ കയറി കണ്ടോ അത്? ആക്ച്വലി എൻ്റെ ഇരിക്കുന്ന സൂം ലെൻസ് അല്ല, എൻ്റെ ഒരു 24-70 ഞാൻ എടുത്തത്. അതാണ് എൻ്റെ ഇരിക്കുന്ന ലെൻസ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സൂമിൽ കിട്ടാത്തല്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലായിട്ട് കണ്ടിരിക്കുന്ന മയിൽ സ്ഥിരം വരുന്ന മയിലാണ്. നല്ല രസമുണ്ട്, നേരിട്ട് കാണാൻ കുറേ കൂടി ഭംഗിയുണ്ട് കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിഞ്ഞില്ല, ടോപ്പ് സൂമിൽ ഇട്ടേക്കാണ്. പിന്നെ ലൈറ്റിൻ്റെ കുറച്ച് വിഷയമുണ്ട് ഇവിടെ. കാര്യം എനിക്കിത് പിടിച്ചുകൊണ്ട് എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ISOയും കാര്യങ്ങളൊന്നും സെറ്റിങ്സ് ഒന്നും ശരിയാക്കാൻ പറ്റുന്നില്ല. ഒരു കയ്യിൽ വെച്ചേക്കാണ് ക്യാമറ, അതുകൊണ്ട് ലൈറ്റിൻ്റെ അടിച്ചില്ല. ഞാൻ ഓട്ടോ ആയാലും കേട്ടോ, മാനുവലായിട്ട്, അതുകൊണ്ട് അതൊരു പണി.
മുകളിലാടാ ഈ താഴെ പറ്റിയ എന്ത് കാര്യം ഇവിടെ കണ്ടുപിടിച്ചല്ലേ ആശാൻ. മേളിയുണ്ട് മേളിയുണ്ട്. പോയി മയിൽ പോയി. പോവാം. എല്ലാം കണ്ടില്ല, ഇനി പോവാം. പോടാ മയിൽ. മേളിൽ പോയി. പോവാം. അത് പോട്ട്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ എന്തിനാ ഈ തറയിൽ കിടന്ന് മണപ്പിക്കുന്ന മയിൽ മേളിൽ നിന്നിട്ട്. സംഭവം ഡോഗ്സിൻ്റെ കേസ് അങ്ങനെ. നമുക്ക് വിഷ്വലിയാണ് റിച്ച് ആവേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് കണ്ടാണ് ക്യൂരിയോസിറ്റി പറ്റുന്നത്. നമ്മൾ കാണണം, നമുക്ക് ക്യൂരിയസ് ആയിട്ടുള്ള സാധനം കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഡോഗ്സിൻ്റെ കേസിൽ ഒരു കാണുന്നതിനേക്കാളും കൂടുതൽ സ്മെല്ലിയാണ് ആഗ്രഹിക്കുന്നത്. ഇതുവഴി വന്നേ അപ്പോൾ ചാട്. ഇവിടെ മുള്ളുണ്ട്, അത് കയറാതെ ഇറങ്ങും. അപ്പുറത്തൂടെ ഇറങ്ങും. ഇല്ല ഇറങ്ങണ. ഞാനോട് ഇറങ്ങുന്നുണ്ട്. മാറ് വലിക്കല്ലേ, അതിനകത്ത് മുള്ളു വരുന്നു. വെയിറ്റ്. ഓക്കെ വാ. കം മുള്ളു. നടക്ക്. ഇനി കൈ കാണിക്കുന്നു ക്യാമറ പിടിച്ച്. കണ്ട് മണം പിടിച്ചതിൻ്റെ കുറേ പോയവൻ. നീയൊക്കെ എന്നെ കുരക്കല്ലേ കേട്ടോ. നമ്മളിവിടെ വരുന്ന മയില, സ്ഥിരം വരുന്ന മയില. ഇതിനൊക്കെ കുരക്കല്ലേ കേട്ടോ. പോയി അത്. വാ ഇങ്ങോട്ട്. കം. എടി വാ. നടക്ക്. കൂട്ടി കയറിച്ചല്ലേ. വാ. കുട്ടി കയറല്ലേടാ. കൂട്ടി കയറിപ്പോ. കുട്ടി കയറി പോയി. ചെല്ലതിൻ്റെ വീട്ടിൽ കയറി വീട്ടിൽ എന്നിട്ട് നോക്കാം. കൂട്ടി കയറിപ്പോ. അങ്ങോട്ട് പോണ്ട. അത് കയറ്. ഗുഡ് ബോയ്. ഓക്കെ ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. റാംബോയ്ക്ക് ലൈക്ക് കൊടുക്കുക. ചാനൽ ഇനിയുള്ള വീഡിയോസ് കാണാമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.